the Lord. Praise the Lord. Hi friends, welcome to our youth DTP. ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. വീണ്ടും ഒരു പ്രഭാതവും വീണ്ടും ഒരു ദിവസവും ദൈവസ്നേഹം അനുഭവിക്കുവാനും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒത്തിരി കോളും കാറും അതുപോലെ തിരമാലകളൊക്കെ ആഞ്ഞു വീശുന്നുണ്ടാകും ഈ ഒരു സമയത്തെല്ലാം. കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. ഇതെല്ലാം കുറേയൊക്കെ നമ്മളെ ഒരു എക്സ്റ്റെൻറ്റ് വരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനത്തിലൂടെ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെസ്, ഹീ knitted us in the womb of our mothers. ഈ ദൈവത്തിന് അറിയാം, അതായത് നമ്മൾ വീണു പോയേക്കാം, we may fall. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ ദൈവത്തിൻ്റെ സ്തുതിയിലും ആരാധനയിലൂടെയും അവിടുന്ന് വിടുതൽ തരുവാനും ആ വലിയ ആനന്ദം തരുവാനുമൊക്കെ നമ്മളെ വീണ്ടും ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്. As we see in the book of Psalm 31:19 says, "How wonderful are the good things you keep for those who honor you. Everyone knows how good you are, how securely you protect those who trust you." Yes, he gives only the best for those who honor him. ആ ദൈവം എന്നും അനുഗ്രഹിക്കാൻ വെമ്പൽ മുട്ടുന്ന ആ ദൈവം, one who takes delight in blessing his children. He gives us the strength to face trials, the strength to face problems in our lives. ഇന്നലകളിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ നടത്തിയത് ആ ദൈവത്തിൻ്റെ കരുതൽ, ആ ദൈവത്തിൻ്റെ പരിപാലന, ഇതെല്ലാം ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹവും കരുണയും കൃപയാലുമാണ്. സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇങ്ങനെ പറയുന്നു, "Trust the past to God's mercy, the present to God's love, and the future to God's providence." അതെ, ഇന്നലകളെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്നെന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നാളെയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ പരിപാലനയാണ്. ഈ ശക്തനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ഒത്തിരി ജയങ്ങൾ കഴിഞ്ഞ നാളുകൾ ദൈവം നൽകിയിട്ടുണ്ട്, അല്ലേ? പല പല വിജയങ്ങളും പല ജയങ്ങളും, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. All victory comes from God. ഏറ്റവും വലിയ ജയം എന്താണ്? It is Jesus Christ. The Father gave His Son so that we may not perish in sins. നമ്മൾ പാപത്തിൽ നശിക്കാതെ ആ നിത്യജീവൻ പ്രാപിക്കാൻ, അത് ഭൂമിയിലും സ്വർഗത്തിലും. അതെ, ഈ വിജയവാനായ ദൈവത്തെ, ദിസ് വിക്ടോറിയസ് കിങ്, ഈ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് അവിടുത്തെ പരിപാലനയും അവിടുത്തെ കരുണയും ഇന്നലകളിൽ നമ്മളെ നടത്തിയ കരം, ആ ദൈവത്തെ കണ്ടുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് let us sing and praise God. Come on. നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം അതാണ്, that we have Jesus Christ. ആ ഈശോയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം.
today, if we are unable to trust God, it is because we have not praised Him enough. We have not given Him glory much. നമ്മുടെ കോൾ, നമ്മുടെ ഡ്യൂട്ടിയാണ് to praise and worship Him at all times, even in bad times, even in troubled times, even during trials, because only He can make everything beautiful. നമ്മൾ പഴയ നിയമത്തിൽ ദാവീദിനെ കാണുന്നുണ്ട്. He gave praise all times. ദാവീദാണ് 150 സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകിയത്. ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പോലും അന്ന് ഞാൻ സ്തുതി നിർത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. He came back to the Lord and praised and worshiped God. Yes, നമുക്കും ഈ കോളാണ് to praise and worship God. We see in Psalm 113:3, from the east to the west, praise the name of the Lord. The Lord rules over all nations. His glory is above the heavens. He is Adonai, our Lord and Master, and we are His people. Let us praise Adonai. Yes, from rising of the sun till the end of every day. Let us glorify Him. Let us give all the praise. ഇന്നലകളിൽ കൊടുക്കാതിരുന്ന praise, ഇന്നലകളിൽ സ്തുതിക്കാതിരുന്നതും എല്ലാം തിരുത്തിക്കൊണ്ട് from now on let us give Him praise every day. കൈകളടിച്ചുകൊണ്ട് praise our Master. Praise Adonai. Who is like Him, Lion and the Lamb, seated on the throne? Yes, the King of Kings. Mountains bow down, every ocean roar to the Lord of hosts. Praise Adonai, from the rising of the sun till the end of every day. Praise Adonai, all the nations of the earth, all the angels and the saints sing praise. Who is like Him, the Lion and the Lamb, seated on the throne? Mountains bow down, every ocean roars to the Lord of hosts. Sing praise, praise Adonai, from the rising of the sun to the end of every day. Praise Adonai, all the nations of the earth, all the angels and the saints sing praise. Yes. In the book of Hosea, chapter 11:9, God says, I will not punish you in my anger. I will not destroy Israel again. For I am God and not man. I am the Holy One, I am with you. Yes, the Holy One and the God, the Holy God, and He is not man. The one who is rich in love, the one who's willing to shower His love upon our hearts. He's calling back to His love. Praise Adonai, from the rising of the sun till the end of every day. Praise Adonai, all the nations of the earth, all the angels and the saints sing praise Adonai. From the rising of the sun
സങ്കീർത്തനം 27 നമ്മൾ കാണുന്നു, ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ ശക്തി കേന്ദ്രമാണ് ദൈവം. അവിടുത്തെ നാമത്തിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റണം. പലപ്പോഴും നമ്മൾ നമ്മുടേതായ കഴിവുകളിലും നമ്മുടേതായ ഒരു കംഫർട്ട് സോണിലും കാര്യങ്ങളിലും വ്യക്തികളിലും വസ്തുക്കളിലെല്ലാം അഭിമാനം കൊണ്ടിട്ടുണ്ട്, നമ്മുടേതായ എബിലിറ്റീസ്, നമ്മുടേതായ ടാലൻസിലുമെല്ലാം. ബട്ട് ഗോഡ് ഈസ് ആസ്കിങ് us to take a decision. കർത്താവിൽ അഭിമാനം കൊള്ളുവാൻ. ബിക്കോസ് ഓൺലി ഹീ ക്യാൻ സേവ് us. ദൈവം മാത്രമാണ്. ഓൺലി ഹീ ഈസ് ഇമ്മോർട്ടൽ. ഈ ലോകവും ഭൂമിയും എല്ലാം കടന്നു പോകും, ബട്ട് ഹീ സ്റ്റേസ് വിത്ത് us. അതെ, നമ്മുടെ ആശ്രയം let that be on God. നമ്മുടെ ആശ്രയം ആ കർത്താവിലാകട്ടെ. നമ്മുടെ ദുഃഖത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭയത്തിൻ്റെയൊക്കെ ഒരു കാരണങ്ങളെല്ലാം നമ്മൾ നമ്മിൽ ആശ്രയിക്കുന്നതാണ്. ആ കർത്താവിൽ നമ്മുടെ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യെസ്, ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ബിക്കോസ് ഹി വിൽ നെവർ ലീവ് മീ, ഹി വിൽ നെവർ forsake me. തള്ളിക്കളയാത്ത ആ സ്നേഹം, സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി, സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ദാനം ചെയ്ത ആ സ്നേഹത്തിലേക്ക് നമുക്ക് ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പാടാം. Jesus.
രക്ഷകനെ നമുക്ക് ആരാധിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹാമിനെ. അബ്രാഹമാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് ആരാധന നൽകിയത്. അബ്രാഹാം തൻ്റെ സ്വന്തം മകനായി ആരാധന ബലിയർപ്പിക്കും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെക്കാൾ കൂടുതലായി മകനെ സ്നേഹിച്ചപ്പോൾ ബലിയർപ്പിക്കുവാൻ പറയുമ്പോൾ പോലും അബ്രാഹാം ദൈവത്തിൻ്റെ വില്ലിനോട്, ദൈവത്തിൻ്റെ ഹിതത്തിനോട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തിയിൽ അത് കാണുന്നുണ്ട്. അബ്രാഹാം തൻ്റെ വേലക്കാരും കഴുതിയും മകനുമൊക്കെ ആയിട്ട് പോകുമ്പോൾ വേലക്കാരോട് അബ്രാഹാം പറയുന്നു, നിങ്ങളിവിടെ നിന്നുകൊള്ളുക, ഞാനും മകനും പോയി ദൈവത്തെ ആരാധിച്ച് തിരിച്ചു വരാം. അതെ, ബലിയർപ്പിക്കാൻ പോകുക എന്ന് പറയുന്നത് സബ്മിറ്റിംഗ് യുവർ വിൽ ടു ഗോഡ്സ് വിൽ. ദാറ്റ് ഇസ് റിയൽ വർഷിപ്പ്. ആ ആരാധനയിലേക്ക് നമുക്ക് കടന്നു വരാം. ടു ഒബേ ഹിസ് വിൽ, to offer ourselves, our whole self, with all our strengths, with all our abilities, with all our talents, and with all our weaknesses. Let us submit our whole will to God. To His mighty will, let us submit. And let us worship the Holy One, the Deliverer, the Savior. Yes, Lord, you are holy. When I look into your holiness, when I gaze into your loveliness, when all things that surround become shadows in the light of you.
Lord. We worship you. Let us continue to worship Him in spirit and in truth. Let us submit ourselves, our whole self, to the mighty will of God, to the mighty will of the omnipotent Lord. Amen. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട യുവതിടമ്പുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഈ ഒരു വർഷം നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഇയർ ഓഫ് റെസ്റ്റോറേഷൻ. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന, ലോകം ചോദിക്കുകയാണ്, കൊറോണ വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, കോളേജുകൾ അടച്ചു, സ്കൂളുകൾ അടച്ചു, എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു, അങ്ങനെ എല്ലാം നിന്ന് കിടക്കുമ്പോൾ ഈ നിരീശ്വരവാദികളായിട്ടവരൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്, ദൈവം എവിടെ? ഇവിടെയാണ് നമ്മളൊരു ഉത്തരം കൊടുക്കാൻ പോകുന്നത്. ഗോഡ് ഈസ് വെരി മച്ച് അലൈവ് ആൻഡ് വിത്ത് അസ്. പക്ഷേ ഈ ദൈവത്തെ പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം അപ്പുറത്ത് നമുക്ക് വളരെ വലിയൊരു ഉയർച്ചയും വളരെ വലിയൊരു വിജയം തരാൻ തയ്യാറായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സോ ഈ ഒരു വർഷത്തെ നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇരിക്കരുത്. ഐ എം സ്പീക്കിംഗ് അബൌട്ട് യുവർ ലൈഫ്. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് യു. ഹെവൻ ഈസ് സ്പീക്കിംഗ് ടു യു. ഹി വാണ്ടഡ് ടു ഡു സംതിങ് വണ്ടർഫുൾ ഇൻ യുവർ ലൈഫ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻഹാൻസിങ് യുവർ ഗോഡ് ഗിവൺ എബിലിറ്റീസ്, അല്ലേ, ടാലൻസ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തെയും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ലോകത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിങ്ങനെ ലോകത്ത് മുഴുവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, പക്ഷേ ദൈവം എവിടെ വസിക്കുന്നത്? ഗോഡ് ലിവ്സ് ഇൻ us. അതുപോലെ തന്നെ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ പലപ്പോഴും നാട്ടുകാരെ വീട്ടുകാരൊക്കെ പുറകെ നടക്കുകയാണ്. അതേസമയം ഈ ലോകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയം വരിച്ചിട്ടുള്ള മനുഷ്യർ അവർ കണ്ടെത്തുന്ന വെച്ചാൽ അവർ ഈ രഹസ്യങ്ങൾ കണ്ടെത്തിയവരാണ്. They have found the what is the gift in them, അല്ലെങ്കിൽ the treasure in them. നമ്മുടെയൊക്കെ ഉള്ളിൽ വലിയ നിധികൾ കിടപ്പുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ തപ്പി നടക്കുക, എൻ്റെ രക്ഷ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ തപ്പി നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം ആൻഡ് ഈ കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ എനിക്കറിയാം, ഈ കൊറോണ ഹാസ് ഡിസ്ട്രോയ്ഡ് ദ ഹോൾ വേൾഡ്. വളരെ വലിയൊരു നാശം വിതച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില ഇമ്പാക്റ്റുകൾ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. ചില സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ചില ലോസസ് ഒക്കെ ഉണ്ടായിട്ട്, പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞിരിക്കേണ്ടവരല്ലല്ലോ. കാരണം അതിൻ്റെ മുകളിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഗോഡ് വിൽ ഗിവ് യു സ്ട്രെങ്ത് എന്ന് പറയും. നമ്മൾ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, യുവാക്കന്മാർ തളർന്നു പോയേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീണേക്കാം, എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ പറന്നുയരും. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഈ കഴുകനെ പോലെ പറന്നു വെച്ചാൽ എങ്ങോട്ടാണ് ഉയരുന്നത്? നമ്മളിങ്ങനെ വല്ലതും പറന്നു ഉയരല്ല, നമ്മൾ ആ എനർജി ഉണ്ടാകണം. നമ്മളിൽ അതിസ്വാഭാവികമായൊരു ശക്തി നമ്മളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചില പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ആധ്യാത്മിക ജീവിതം, ക്രൈസ്തവ ജീവിതം എന്നൊക്കെ പറയുമ്പം വെറുതെ എന്തെങ്കിലും കുറച്ച് പ്രാർത്ഥന കാര്യങ്ങൾ ചൊല്ലി തീർക്കുന്നില്ല. ഓഫ് കോഴ്സ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനേതായിട്ടുള്ള ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് അല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാക്കാം. പ്രാർത്ഥിച്ച് എന്തെങ്കിലും കുറച്ച് പ്രാർത്ഥന ചൊല്ലി തീർക്കുക. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചില ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ, ആധ്യാത്മിക ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ we will win this is life. ഈ ജീവിതം എന്തെങ്കിലും കാരണം പറഞ്ഞ് നഷ്ടപ്പെടുത്തി പരാജയപ്പെട്ട് പോകേണ്ടതല്ല. അനേകം മക്കൾ ഇതിൻ്റെ അകത്ത് വലിയ വിജയം കൊയ്യുന്നവരുണ്ട്. അവർക്ക് ചില സീക്രട്ടുകളൊക്കെ അറിയാം. പക്ഷെ നമ്മളങ്ങനെ കിടക്കേണ്ടവരല്ല. അതുകൊണ്ട് നമ്മൾ ആ സത്യങ്ങൾ എന്നത് മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് എൻഹാൻസിങ് യുവർ ഗോഡ് ഗിവൻ എബിലിറ്റീസ് അല്ലെങ്കിൽ ടാലൻസ് നമ്മൾ കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ TTPയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതൊക്കെ നമ്മളെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥവും നമ്മുടെ ജീവിതത്തിൻ്റെ പെർപ്പസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും
പല രീതിയിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇൻ്റലിജൻസ് നമ്മൾ തപ്പി നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഇൻ്റലിജൻസ് എടുക്കുന്നത് ഞാനൊരു കെൻസ്തറ്റിക്, ഞാൻ കുറേ ആക്ടിവിറ്റി ഓറിയൻറ്റും പിന്നെ ഒരു വിഷ്വലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് എനിക്കുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച് എഴുതാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠന മേഖലകളിൽ വളരെ പുറകിലാണ്. which doesn't mean that you are a fool, you are not a good for nothing. ഓക്കെ, നമ്മൾ പൊട്ടന്മാരും മണ്ടന്മാരും അല്ല. പക്ഷേ ലോകം നമ്മളോട് പറയാണ് പഠിക്കാൻ കഴിവില്ല, പഠിക്കാൻ മാർക്കില്ലെങ്കിൽ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞാൽ ലോകം നമ്മളെ തള്ളിക്കളയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിൻ്റെ ഇൻ്റലിജൻസ് എവിടെ കിടക്കണേ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഇൻ്റലിജൻസൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. നമ്മളിൽ എല്ലാവരിലും 3-4 വെരി സ്ട്രോങ് പവർഫുൾ ഇൻ്റലിജൻസ് ഉണ്ട്. ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കണം. പക്ഷെ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് അറിയുന്നില്ല? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ നാട്ടുകാരെ വീട്ടുകാരൻ പുറകെ നടക്കുകയാണ്. നമ്മളെന്താണെന്ന് അറിയാൻ വേണ്ടി. നിന്നെ സൃഷ്ടിച്ചവനെ അറിയുള്ളൂ. നിന്നെ ഹി ഹാസ് ഡിസൈൻഡ് യു ഇൻ എ വെരി സ്പെഷ്യൽ വേ. അപ്പം നിൻ്റെ ഉള്ളിൽ അതിസ്വാഭാവികമായ കഴിവുകളും നിധികളും കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വി സ്പോക്ക് അബൌട്ട് ബീഥോവൻ, അല്ലേ? ഒരു വലിയ രോഗികളായ ഒരു ദമ്പതിമാർക്കുണ്ടായ അവരെ ആദ്യത്തെ 5-6 മക്കൾ മരിച്ചു. 7ാമത്തെ കുഞ്ഞായിട്ട് ജനിച്ചവനാണ് ബീഥോവൻ. കണ്ണുമില്ല, കാതും കേൾക്കാൻ പാടില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ വലിയൊരു നിധി ഉണ്ടായിരുന്നു. ആൻഡ് ഹീ ഈസ് ദ ഓഥർ, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അത്രയും വലിയ നിധി അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന മക്കളെ, നീ വിചാരിക്കുന്നത് നിനക്ക് വിദ്യാഭ്യാസത്തിന് കുറവുണ്ട്, നിനക്ക് കുടുംബ പാരമ്പര്യ കുറവുണ്ട്, നിൻ്റെ അപ്പന് കുടുംബത്തിൽ സമ്പത്തി കുറവുണ്ട്, ഇതൊന്നും നിനക്കൊരു പ്രശ്നമല്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുവാനും നീ ഉയരങ്ങളിൽ പറന്നുയരാണ്. നിനക്ക് ഈ ബാഹ്യമായ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതിനാവശ്യമായതെല്ലാം നിൻ്റെ ഉള്ളിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ we say, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 7 steps to extraordinary life. ഓക്കെ, we are called to live an extraordinary life. അപ്പം നമ്മൾ ഇങ്ങനെ തളർന്നും പിടിവിട്ടും കിടക്കേണ്ടവരല്ല. അതിസ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം അവിടെ ഒരു വലിയ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ടുഡേ we will be speaking about this extraordinary life. ഓക്കെ, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഹൗ ഈസ് യുവർ പേഴ്സണൽ പ്രെയർ? നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ പോകുന്നു മക്കളെ? ഇതാണ് നമ്മൾ ഈ എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്കും നമ്മളിലുള്ള അതിസ്വഭാവ കഴിവുകൾ എൻഹാൻസ് ചെയ്യുന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ക്രിയേറ്റർ. അതിനെ നമ്മൾ പ്രെയർ എന്നൊക്കെ, പ്രെയർ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചൊല്ലി തീർക്കുന്നല്ല. യു സ്പീക്ക് ഹാർട്ട് ടു ഹാർട്ട് യുവർ ഗാഡ്, ദ വൺ ഹു ഹാസ് ക്രിയേറ്റഡ് യു. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സെയിൻറ്റ് തോമസ് അക്വൈനസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ പ്രാർത്ഥനയുടെ നീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാ പറയാം. വിശുദ്ധ തോമസ് അക്വൈനസിനോട് ഇങ്ങനെ ഒരു ദൈവം പറയാണ്, വിശുദ്ധി അന്വേഷിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആശ്ലേഷിക്കുന്ന എല്ലാ പുണ്യങ്ങളാലും അലങ്കൃതരാണ് നിങ്ങളെങ്കിൽ ഇത് മനസ്സിലാക്കുക. അത് കുറച്ച് വിശുദ്ധിയും പുണ്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പുണ്യങ്ങൾ വിശുദ്ധിയിലൊക്കെ നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ അതിസ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് വരിക. ഓക്കെ, നമുക്ക് വലിയ സമ്പത്തോ വലിയ ഡിഗ്രികളോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വലിയ കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഈ വിശുദ്ധിയും ചില പുണ്യങ്ങളൊക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പം അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഓരോ പുണ്യത്തെയും ചുമരിലെ ചുടുകട്ടകൾ എന്ന പോലെ അതാതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ലേപനം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിലുള്ള ആ ഗോഡ് ഗിവൻ എബിലിറ്റീസ് ഉണ്ട്, ഇതില്ലേ? ഈ എബിലിറ്റീസ് കുറേ നന്മകൾ പുണ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ കറക്റ്റായ സ്ഥലത്ത് നിർത്തുന്ന ഒരു ഘടകമുണ്ട്. ഞാനൊക്കെ എന്തെല്ലാം കാര്യങ്ങളുടെ പുറകെ ഓടിയിരുന്നു. അപ്പോൾ ഒത്തിരി നന്മകളൊക്കെ എന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കറക്റ്റ് സ്ഥലത്തല്ല, ഇതെല്ലാം ഡിസോർഡറാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താലേ നമ്മുടെ ജീവിതത്തിലെല്ലാം വിജയം വരികയുള്ളൂ. പിന്നെ നമ്മളിലുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തി, പുണ്യങ്ങളും കഴിവുകളൊക്കെ കണ്ടെത്തി അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഈ ദൈവതത്വമായ കഴിവ് എല്ലാ മക്കളിലുമുണ്ട്. പക്ഷേ ഈ കഴിവുകൾ പലപ്പോഴും നമ്മൾ തെറ്റായ സ്ഥലങ്ങളിൽ കൊണ്ടേ ഇടുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പരാജയത്തിൻ്റെ കാരണം. അപ്പം ഇത് കറക്റ്റായ സ്ഥലത്തും കറക്റ്റായ ഓർഡറിൽ നിൽക്കാനായിട്ട് എന്തു വേണം? പ്രെയർ. ഞാനൊക്കെ ഓർക്ക് 10-25 വർഷങ്ങൾ
നമ്മുടെ ചെറുപ്രായത്തിൽ ഇങ്ങനെ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടി കിടക്കുകയാണ്. അപ്പോൾ ഓടി നടന്ന് ജീവിതം മുഴുവനും കൊഞ്ഞാട്ടയായി കിടക്കുകയാണ്. കാരണം ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. കാരണം എന്താ വെച്ചാൽ നോ പ്രെയർ അറ്റ് ഓൾ. പ്രാർത്ഥനയേ ഇല്ല ജീവിതത്തിൽ. പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ വല്ലപ്പോഴൊക്കെ ആർക്കാൻ വേണ്ടി കുടുംബ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ചെല്ലി തീർക്കുന്നില്ല. അതുകൊണ്ട് മക്കളെ, ഇഫ് യു വാണ്ട് ടു വിൻ യുവർ ലൈഫ്, ഇഫ് യു വാണ്ട് ടു ലീഡ് എൻ എക്സ്ട്രാഓർഡിനറി ലൈഫ്, ഞാൻ പറയുന്നത് നിൻ്റെ ഉള്ളിൽ എല്ലാ സാധ്യതകളുണ്ട്, അതിനുള്ള എല്ലാ കഴിവുകളും നിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം നിന്നെ അത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തെ പോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഗതികളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഘടകമെന്ന് പറയുന്നത് നിൻ്റെ പ്രാർത്ഥനയാണ്. ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ എനിക്ക് 52-53 വയസ്സായി. 24-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. അപ്പോൾ 24 വയസ്സെൻ്റെ ജീവിതം എത്ര വേസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പക്ഷേ അന്ന് മുതൽ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതം ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയതിൻ്റെ ഏറ്റവും പുറകിലെ കീ എലമെൻ്റ് എന്ന് ഞാൻ പറയണേ, ഇറ്റ് ഈസ് പ്രയർ. പ്രാർത്ഥനയാണ്. വിശുദ്ധ സെയിന്റ് തോമസ് അക്വൈനസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യം പറയണം. നിനക്ക് ഈ ലോകത്ത് നീ പറന്നു വളരാത്തതിന്, ഉയരങ്ങൾ എത്താത്തതിൻ്റെ കാരണം നിനക്ക് കഴിവോ ബുദ്ധിയോ സമ്പത്തോ ഇല്ലാഞ്ഞിട്ട് ഡിഗ്രിയോ ഒന്നും ഇല്ലാത്തതൊന്നുമല്ല. നിനക്ക് പ്രാർത്ഥനയില്ല. നിന്റെ പ്രാർത്ഥനാ ജീവിതം പോരാ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ പോരാ. ഈ ഒരു വർഷം we need to focus a little bit more on your personal prayer. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വെറും പേഴ്സണൽ പ്രയർ മാത്രമല്ല, കൗദാശിക ജീവിതങ്ങളും അതുപോലെ നമ്മുടെ കുടുംബ പ്രാർത്ഥന എല്ലാം നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. ഇത് കഴിയുമ്പോഴാണ് സെയിന്റ് തോമസ് അക്വൈനസ് പറയുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഓരോ പുണ്യത്തെയും ചുമരിലെ ചുടുകട്ടകൾ എന്ന പോലെ അതാതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ലേപനം. നമ്മൾ ഈ ഇഷ്ടിക വെച്ച് കെട്ടും, മതിലും വീടുകളൊക്കെ കെട്ടും. അപ്പോൾ ഓരോ ഇഷ്ടികകളെയും സ്ട്രോങ് ആക്കി നിർത്താൻ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ചാന്ത് പോട്ട് അല്ലെ സിമെൻറ്റ് തേച്ച്, ഈ സിമെൻറ്റാണ് പ്രയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരികയാണ്. ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തു കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി പുറത്ത് കൊണ്ടുവരുമ്പോൾ ഈ കഴിവുകളൊക്കെ കറക്റ്റ് സ്ഥലത്ത്, ഈ ഇൻ്റലിജൻസ് എല്ലാം കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന ഘടകത്തിൻ്റെ പേരാണ് പ്രയർ. ഇന്നെന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറിപ്പോകുന്നു. പഠിക്കേണ്ട സമയത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാം ഒരു ഡിസോർഡറിൽ നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയാം എൻ്റെ ജീവിതം അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് ഈ നമ്മളിലുള്ള പുണ്യങ്ങളെയും നമ്മുടെ കഴിവുകളെയും ഇതിനെല്ലാം നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നിർത്തുന്ന ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് പറയാണ്, ഈ ചാന്ത് അഥവാ ലേപനമില്ലെങ്കിൽ ഇഷ്ടികകൾ തകർന്നു വീഴും. പ്രാർത്ഥനയില്ലെങ്കിൽ പുണ്യങ്ങൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവുകയും അവിടെ ബലഹീനതയും പാപവും കയറിപ്പറ്റുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന ഇല്ലാത്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് വലിയ നമ്മുടെ ഒരു വലിയ പ്രോബ്ലം ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെ പറയാം, എന്താ പറയാ, പ്രാർത്ഥനയില്ലെങ്കിൽ പുണ്യങ്ങൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവുകയും അവിടെ ബലഹീനതയും പാപവും കയറിപ്പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിലെല്ലാം നമ്മൾ കഴിവില്ലാഞ്ഞിട്ടില്ല. ഞാനൊക്കെ 10-24 വർഷം എന്നെ പൊട്ടനും മണ്ടെന്ന് വിളിച്ചിരിക്കുന്നത് ഞാനാണ്. ഐ വാസ് അവാർഡ് ദി ബെസ്റ്റ് ജനറൽ മാനേജർ ഇൻ ഇന്ത്യ. അപ്പോൾ അത്രമാത്രം കഴിവിലേക്ക്, കപ്പാസിറ്റിയിലേക്ക് വളരുകയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ പെട്ടെന്ന് കുറേ ബുദ്ധി ഉണ്ടായതല്ല. അതിൻ്റെ കാരണം ഇതെല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷേ അത് കറക്റ്റ് സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതാണ് പ്രയർ. അപ്പോൾ ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ സ്വാഭാവിക കഴിവുകളൊക്കെ ബലഹീനതമാവും. 2, നമ്മൾ പാപത്തിൽ വീഴും. എന്നെ ശ്രവിക്കുന്ന അനേകം മക്കളുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ നടക്കുമ്പോഴും നിങ്ങളിൽ ചില പാപങ്ങൾ നിങ്ങളെ കയറി പിടിച്ചിട്ടുണ്ട്. ഈ പാപത്തിൻ്റെ പ്രവൃത്തി എന്താ? ഒരു ഉദാഹരണം, മദ്യപിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപം, സ്വയം ഭോഗമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവദത്തമായ നിങ്ങളിലുള്ള ഈ കഴിവുകളെ അത് നശിപ്പിക്കും. അതാണ് പാപത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിൽ കഴിവുകളില്ലാഞ്ഞിട്ടല്ല, ഈ കഴിവുകളെയൊക്കെ പാപം കയറി അത് ഡിസോർഡർ ആക്കുകയാണ്. ഒരു ഉദാഹരണം, മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? അവൻ്റെ ഇൻ്റലിജൻസ്, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികളെല്ലാം ഡിസോർഡറിലേക്ക് വരികയാണ്. അതെല്ലാം തകർക്കുക മദ്യം ചെയ്യണം. അതുകൊണ്ട് ഓരോ പാപവും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പാപത്തെ നമ്മൾ മാറ്റി നിർത്തണം എന്ന് പറയണം. അപ്പം അതുകൊണ്ട് വിശുദ്ധ തോമസ് അക്വൈനസ് പറയാണ്, അവിടെ ബലഹീനതയും, അപ്പം ഇങ്ങനെ പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോൾ പുണ്യങ്ങൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നു, നമ്മുടെ കഴിവുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബലഹീനതയും പാപവും കയറിപ്പറ്റുകയും ചെയ്യുന്നു. ബലിഷ്ഠമായ ഒരു കല്ല് ഭിത്തിയെ തീ കൊണ്ട് നശിപ്പിക്കുവാനാവില്ല. നല്ലതായിട്ട് ഈ സിമെൻ്റൊക്കെ ഇട്ട് വെച്ച്, ഇഷ്ടിക വെച്ച് കെട്ടിയിരിക്കുക ഒരു ഭിത്തിയെ തീ വെച്ച് നശിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ പറയുകയാണ്, സാത്താൻ്റെ വഞ്ചനയുടെ അഗ്നിനാളങ്ങളേറ്റ്
ചാന്ത് പുരട്ടാത്ത ഇഷ്ടിക മതിലുകൾ തകർന്നടിഞ്ഞ് അശുദ്ധമാക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ അഗ്നി കൊണ്ട് നല്ലതായിട്ട് സിമെന്റ് തേച്ച ഇഷ്ടിക കെട്ടിയ ഭിത്തികൾ തകർക്കാൻ പറ്റത്തില്ല. അതേസമയം ഈ ചാന്തില്ലാത്ത മതിലുകൾ അവിടെ എന്താ പറ്റുക? സാത്താൻ്റെ വഞ്ചനയുടെ അഗ്നിനാളങ്ങളേറ്റ് ചാന്ത് പുരട്ടാത്ത ഇഷ്ടിക മതിലുകൾ തകർന്നടിഞ്ഞ് അശുദ്ധമാക്കപ്പെടും. നമുക്കൊരു ശത്രുവുണ്ട്, നമ്മുടെ സർവനാശം കാത്തിരിക്കണം. നമ്മളെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും നഷ്ടബോധത്തിലേക്കും അപകർഷതാബോധത്തിലേക്കും കുറ്റബോധത്തിലേക്കും എല്ലാം നയിക്കുന്നവനാണ് അവൻ. അപ്പം അവൻ്റെ വഞ്ചന അങ്ങനെയാണ്. നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ കുതിരില്ല, നിനക്ക് കഴിവില്ല, നിനക്ക് ബുദ്ധിയില്ല, നിൻ്റെ വീട്ടിൽ സമ്പത്തില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു, ഇത്ര നാൾ വേസ്റ്റാക്കി കളഞ്ഞു, നിന്നെ കാണാൻ കൊള്ളില്ല, ഇതെങ്ങനെ പല സംഗതികൾ പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം വഞ്ചനയാണ്, ഇതൊന്നും സത്യമല്ല. ദൈവം നമ്മളെ നോക്കിയിട്ട് പറയാണ്, യു ആർ സോ വണ്ടർഫുൾ, I have created you and everything he has created, he said, is good. എന്നാ ദൈവം എല്ലാം സൃഷ്ടിച്ച ദൈവം പറഞ്ഞു നന്നായിരിക്കുന്നു. നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു നല്ലതെന്ന്. പക്ഷേ സാത്താൻ്റെ വഞ്ചന വന്ന് കയറി പിടിക്കുകയാണ്, നിന്നെ കൊള്ളില്ല, നിനക്ക് കഴിവില്ല, നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് സമ്പത്തില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, കുറേ ഇങ്ങനെ. അവസാനം കൊറോണ വന്ന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. നോ. അപ്പം ഈ നുണയും ഇതൊക്കെ നമ്മളിൽ വന്ന് കയറുന്നതിന് കാരണം എന്താണ്? നമ്മളിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തിൽ ഈ പിശാചിൻ്റെ വഞ്ചനയുടെ അഗ്നിനാളങ്ങളേറ്റ് ചാന്ത് പുരട്ടാത്ത ഇഷ്ടിക മതിലുകൾ തകർന്നടിഞ്ഞ് അശുദ്ധമാക്കപ്പെടുന്നു. ഒന്ന് തകരുന്നു, രണ്ട് അശുദ്ധിയിലേക്ക് അത് വീഴുകയാണ്. അതുകൊണ്ട് മക്കളെ, ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, സോ ഇത് നിങ്ങളെ ഫൗണ്ടേഷനിൽ പിടിക്കണം. ഓക്കെ, ഇഫ് യു വാണ്ട് ടു വിൻ യുവർ ലൈഫ്, സ്റ്റഡി യുവർ പ്രയർ. സെയിന്റ് കാത്തറിൻ ഓഫ് സിയന നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നത്, ഷോ മീ എ സോൾ വിച്ച് പ്രേസ് 15 minutes എ ഡേ. ഓക്കെ, വലിയ പ്രാർത്ഥന ഒന്നും പറയുന്നില്ല, ബട്ട് 15 minutes മിനിമം എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും ഒരു ആത്മാവിനെ കാണിച്ചു. ഐ ഗ്യാരണ്ടി സാൽവേഷൻ ഫോർ ദാറ്റ് സോൾ എന്ന് പറയാം. അപ്പോൾ ഒരു 15 minute എങ്കിലും, അത്രയൊന്നും പോരാ, 1 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നെ ശ്രമിക്കുന്ന മക്കൾ, നിങ്ങൾക്കറിയാം നിങ്ങൾ അത്യാവശ്യം പ്രാർത്ഥനയ്ക്കുള്ളൂ, പക്ഷേ നിങ്ങൾ എവിടെയൊക്കെ വിട്ടുകളയാണ്. അപ്പോൾ 1 മണിക്കൂർ, അരമണിക്കൂറെങ്കിലും, ഒരു 15 minute മിനിമം എങ്കിലും ഇരിക്കണം. ഇപ്പോൾ അരമണിക്കൂർ, 1 മണിക്കൂറിലേക്ക് എത്താതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് പടുത്തുയർത്താൻ പറ്റില്ല. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു വിൻ യുവർ ലൈഫ്, യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ്, ദാറ്റ് ഈസ് പ്രയർ. ഓക്കെ, അതിലൊന്നും ബേസ് വെച്ചിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനമാണ്, യുവാക്കന്മാർ തളർന്നു പോയേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണേക്കാം, എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ പറന്നുയരും. We are called to live an extraordinary life. ഓക്കെ, അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണ് നമ്മൾ ഈ വരുന്ന 7 ടോപ്പിക്കിലായിട്ട് നമ്മൾ പറയാം. 7 steps to extraordinary life. ഓക്കെ, are you ready? ഓക്കെ, listen to this. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ വായിക്കുന്നത് Isaiah 40:30 എങ്ങനെയാണ്, He gives power to the faint and strengthens the powerless. Even youth will faint and be weary, and the young will fall exhausted. ഇതൊക്കെ സംഭവിക്കാം. ഓക്കെ, ഇതൊക്കെ ബൈബിൾ പറയുമ്പോൾ ചെറുപ്പക്കാർ തളർന്നു പോയേക്കാം, യുവാക്കന്മാർ ശക്തിയേറ്റ് പോയേക്കാം, ഇതൊക്കെ സംഭവിക്കാം, നോ പ്രോബ്ലം. പക്ഷെ നമുക്കൊരു ശക്തിയുണ്ട്. 31ാമത്തെ വചനം പറയാം, ബട്ട് those who wait for the Lord shall renew their strength, they shall mount up with wings like eagles. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നതിൽ കഴുകനെ പോലെ, പരുന്തിനെ പോലെ ഉയരങ്ങളിൽ പറക്കണം. ഉയരങ്ങളിൽ പറക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇത് നീ അറിയണം. അപ്പോൾ ഇതിനെ പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത്, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് അഡ്വേഴ്സിറ്റീസ്. ഓക്കെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. ഈ പരുന്തിനെ നിങ്ങൾ കണ്ടിട്ടാണ്, പുറകിലൊരു പരുന്തിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു ചിത്രമാണ്. ഈ പരുന്ത് വളരെ ഉയരങ്ങൾ പറക്കുന്ന ഒരു പക്ഷിയാണ്. അതിൻ്റെ പരുന്തിനേക്കാളപ്പുറത്ത് ആരും പറക്കുന്നില്ല. പരുന്ത് ഏകദേശം സൂര്യനൊക്കെ ചുറ്റും വട്ടം കറങ്ങുന്നതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം പരുന്ത് ഉന്നതങ്ങളിലേക്ക് ഉയരാൻ ഒരു കാരണമുണ്ട്. പരുന്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണ് ഈ പരുന്ത് ഈ ഉന്നതങ്ങളിലേക്ക് ഉയരുന്നത്. എങ്ങനെയാ വെച്ചാൽ, പരുന്ത് ഈ കാറ്റിനെ, പ്രതികൂലമായി അടിക്കുന്ന കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് പരുന്ത് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. ഈ ടെക്നിക്ക് മറ്റു പക്ഷികൾക്ക് അറിയില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തിങ്ങനെ ചിറകടിച്ചിട്ടല്ല ഉയരങ്ങളിലേക്ക് പറയാം. പരുന്തിങ്ങനെ ചിറകങ്ങ് വിരിച്ചു പിടിച്ച് എവിടെയാണ് വിരിച്ചു പിടിക്കുക? തനക്കെതിരെ വീശുന്ന കാറ്റിനെതിരായിട്ട് പരുന്ത് തൻ്റെ വാലും ചിറകും ഒരു കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിയുമ്പോൾ ഹി യൂസസ് ദ വിൻഡ് ടു ഗോ ഹയർ ആൻഡ് ഹയർ ഇൻ ദ ഹൈറ്റ്സ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ അതിസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് നമ്മൾ വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. അപ്പോൾ ഇന്ന് ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി കൂടി ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. മനസ്സിലാക്കണം, ഈ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് ഇത് നിനക്ക് അതിസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് വളരാനുള്ള ഒരു സാധ്യതയാണ്. മനസ്സിലാക്കണം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുന്നു, പരിഭവം പറയുന്നു, അതിനെ തല്ലുപിടിക്കാൻ പോകുന്നു, അതിൽ ഡിപ്രസ്ഡ് ആകുന്നു. ഇങ്ങനെ നമ്മൾ ഇതിനോടെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് റിയാക്ഷൻ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുവെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നമ്മളെ വളർത്തേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ പ്രതികൂലങ്ങളിൽ തട്ടിത്തടഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കണം. There is a golden opportunity for that you can live an extraordinary life. അതിൽ ആദ്യം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഈ ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ സാധാരണ ഈ മറ്റ് ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റു വിശ്വാസമുള്ളവരെ പോലെ സാധാരണ ജീവിക്കുക. കാരണം ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ കുറച്ച് ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിങ്ങനെ നടക്കുകയാണ്. ഒരു മതാത്മക ജീവിതം, നമ്മളൊരു മതാത്മക ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മളൊരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറയും. ഈ സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളും നമ്മുടെ പുണ്യങ്ങളും നമ്മുടെ സുഹൃതങ്ങളൊക്കെ അത് കരുപ്പിടിപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് സഹനങ്ങൾ, അല്ലെങ്കിൽ കുരിശുകൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ ശത്രുക്കൾ. നോക്കണം, വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനെ പറയാറുണ്ട്, യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് വിൽ മേക്ക് യു ഹാപ്പി, ബട്ട് യുവർ എനിമീസ്, യുവർ ചാലഞ്ചസ് ഇൻ യുവർ ലൈഫ് will help you to grow in Christ. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളർത്താൻ സഹായിക്കുന്ന, നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഘടകമാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ശത്രുക്കൾ, ദുഷ്ടരൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറയാറുണ്ട്, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വരാം. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്? അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അജ്ഞത, അറിവില്ലായ്മ. അപ്പം നമ്മളെന്താ വെച്ചാൽ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നമ്മളിങ്ങനെ പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് അങ്ങ് എതിർക്കുകയാണ്. ഈ പ്രതികൂലങ്ങൾ, പ്രതിസന്ധി എവിടെയാണ് ഉള്ളത്? ഏറ്റവും കൂടുതൽ പ്രതികൂലം, പ്രതിസന്ധി എവിടെയുള്ള മക്കളെ? നിങ്ങളുടെ ഭവനത്തിലാണ്. ഇറ്റ് ഇസ് അറ്റ് യുവർ ഹോം. നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, നിങ്ങളുടെ ഗുരുക്കന്മാർ, നിങ്ങളുടെ വിദ്യാഭ്യാസ കോളേജ്, ഈ മേഖലകളിലൊക്കെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയൊക്കെയാണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലേ? അത് നമ്മൾ പബ്ബായിരിക്കാം, ബാറായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എൻജോയ്മെൻറ്റ്, കളിസ്ഥലങ്ങൾ. ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ എൻജോയ്മെൻ്റാണ്. ഈ എൻജോയ്മെൻ്റ് ഒന്നും നമ്മളെ യഥാർത്ഥത്തിൽ വളർത്തുന്നില്ല. അതൊക്കെ നമുക്കൊരു രസമാണ്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി സീക്രറ്റ് to go into the higher levels. Okay, അതിനെന്താ വേണ്ടത്? അതിന് നമ്മൾ സഹായിക്കുന്ന ഘടകം പരുന്തിനെ പോലെ. പരുന്തിനെ മറ്റു പക്ഷികളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? മറ്റു പക്ഷികൾ കാറ്റ് വരുമ്പോൾ കാറ്റിന് കൂടെ അങ്ങോട്ട് പോകും, അതിനനുസരിച്ച് അങ്ങോട്ട് പോവുക ചെയ്യും. പക്ഷെ പരുന്തെന്ന് വെച്ചാൽ കാറ്റിനെ ഹി മേക്സ് യൂസ് ഓഫ് ദ വിൻഡ്. അതെന്ത് വിൻഡ്? എതിരായി വരുന്ന കാറ്റുകളെ പരുന്ത് ഉപയോഗിക്കുക, അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് അവൻ ഉപയോഗിക്കുക. ഇതൊരു ആത്മീയ സത്യമാണ്. ഇഫ് യു വാണ്ട് ടു ലീഡ് an extraordinary life, if you want to go higher in your life, you need to know this principle. നമ്മൾ പഴയ നിയമത്തിൽ ജോസഫ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരാളാണ്. നമ്മളെപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. ഈ ജോസഫ് എങ്ങനെയാണ് ഇങ്ങനൊരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് വന്നത്? ഹി ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. ഒരു സ്ലേവ് ആയിരുന്നു. ഈ സ്ലേവ് ആയിരുന്ന ജോസഫ് അടിമയായി വിൽക്കപ്പെട്ടവനാണ്. അവൻ എങ്ങനെ അതിസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്. അവൻ്റെ ജീവിതത്തിൽ അവനെ വളർത്തിയത് കഷ്ടപ്പാടുകളും വേദനകളും മനുഷ്യർ അവൻ്റെ മേൽ ചെരിഞ്ഞ എന്താ പറയുക ദുരിതങ്ങളൊക്കെയാണ്. ഇത് മനസ്സിലാക്കണം. And he utilized all these problems and challenges and enemies in his life to grow in Christ.
അങ്ങനെയാണ് അവൻ ഈജിപ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അമേരിക്ക, റഷ്യ, യൂറോപ്പ് മുഴുവൻ ചേർന്ന് അത്രയും ദേശമുണ്ട് ഈജിപ്ത്. അത്രയും വലിയൊരു ദേശത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നതിന് ജോസഫ് വളർന്നതിൻ്റെ കാരണം എന്താണ്? He utilized all the adverse conditions and peoples in his life for his enlightenment and for his to live a life in its a beautiful life. മനസ്സിലായില്ല? എക്സ്ട്രാordinary ലൈഫിലേക്ക് വരാനായിട്ട് അവൻ ഉപയോഗിച്ചത് ഈ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ മനസ്സ് മടുത്തു. നമ്മുടെ അപ്പനായിരിക്കും, അമ്മയായിരിക്കും. ജോസഫിനെ നമ്മൾ ആരൊക്കെ? ജോസഫ് ഇങ്ങനെ ഇസഹാക്കിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊന്നോമര മകനായിരുന്നു. ഈ പൊന്നോമര മകനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി നടത്താൻ ആദ്യം എന്താ ദൈവം ചെയ്തത്? സ്വന്തം സഹോദരങ്ങളെ ദൈവം ഉപയോഗിക്കുക. അവർക്ക് അസൂയ തോന്നി അവനോട്. എന്നിട്ട് ജോസഫിനെ വിളിച്ച് പൊട്ടക്കിണറ്റിലിടുക. പൊട്ടക്കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ ജോസഫ് അവിടെ കിടന്ന് നിലവിളിക്കുകയും പിറുപിറുക്കുകയും അവരെ തെറി പറയും, അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. ജോസഫ് അതെല്ലാം അങ്ങ് സഹിച്ചു. അതാണ് പറയണത്, അവൻ ജ്ഞാനമുണ്ടായിരുന്നു. അവൻ സഹോദരങ്ങൾക്കെതിരെ തല്ലുപിടിക്കാനോ വഴക്കടിക്കാനോ ദൈവത്തെ പഴി പറയാനൊന്നും പോയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ അങ്ങ് സ്വീകരിച്ചു. അതിനുശേഷം എന്ത് പറ്റി? അപ്പോൾ ദൈവം അവിടെ ഇടപെടുകയാണ്. അവനെ പൊട്ടക്കിണറ്റിൽ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെട്ട ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ ചെല്ലും. പൊത്തിഫറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്തൊരു ചാലഞ്ച് കിടക്കുകയാണ്. പൊത്തിഫറിന്റെ ഭാര്യ അവനെ കയറി പിടിക്കാൻ വരും. അവൻ അതിന് നിന്നു കൊടുത്തില്ല. കാരണം നമ്മളിലുള്ള സ്വാഭാവികമായ കഴിവുകൾ വളർന്നു വരുന്നതനുസരിച്ച് സാത്താൻ്റെ വഞ്ചനയുടെ കാറ്റ് വീശും. ഓക്കെ, ബട്ട് ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ സാത്താൻ കയറി വന്ന ആ കാറ്റ്, തീക്കാറ്റ് അല്ലെങ്കിൽ പ്രലോഭനത്തിൻ്റെ കാറ്റുകൾ അവനിൽ വീണില്ല. ഇന്ന് അനേകം മക്കൾ, ഇങ്ങനത്തെ സ്ത്രീകൾ, യുവജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളിൽ ദൈവദത്തമായ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ നിർവീര്യമാക്കുന്ന ഒരു പ്രലോഭനം അല്ലെങ്കിൽ ഒരു ശക്തിയാണ്, തിന്മയുടെ ശക്തിയാണ് ലസ്റ്റ് എന്ന് പറയും, ജഡികാസക്തി. ഈ ജഡികാസക്തി പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അശുദ്ധിയുടെ കാറ്റെന്ന് പറയും. ഈ അശുദ്ധിയുടെ വിശുദ്ധിയാണ് മക്കളെ ഈ നമ്മുടെ ജീവിതത്തെ മുമ്പിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഏറ്റവും അതിന് ഉപയോഗിക്കുന്ന പിശാചിനറിയാം വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ അതിസ്വാഭാവിക തലത്തിൽ നിങ്ങളെ കൊണ്ടുവരും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നിങ്ങളെ അശുദ്ധരാക്കണം. അതിനുപയോഗിക്കുന്നതാണ് ഈ ലസ്റ്റ് ഉപയോഗിക്കും. ജോസഫ് എന്ന ചെറുപ്പക്കാരൻ നമ്മളെ പോലെ തന്നെ അവനെ ഇതുപോലെ പഠിച്ചു വരുന്നുള്ളൂ. പക്ഷേ അവൻ്റെ മേൽ പൊത്തിഫറിൻ്റെ ഭാര്യ ഒരു പ്രലോഭനം, പഴം നീട്ടിക്കൊടുക്കുക. പക്ഷെ അവൻ ആ പഴം നിരാകരിച്ചു. അതിൻ്റെ ഫലം എന്താണ്? അവൾക്ക് ദേഷ്യമായി, വെറുപ്പായി. അവൻ്റെ മേൽ കുറ്റാരോപിച്ച്, അവളെ പിടിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് കുറ്റാരോപിച്ച് അവനെ ജയിലിൽ കൊണ്ടുവരും. ഇവിടെ ജോസഫിനൊരു പ്രത്യേകതയുണ്ട്, നോ റിവെഞ്ച്. ഇതിനൊന്നും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ തല്ലുപിടിക്കാനോ അതൊന്നും ജസ്റ്റിഫൈ ചെയ്യാനോ ജോസഫ് പോകുന്നില്ല. ഓക്കെ, ഇതെല്ലാം ജോസഫിൻ്റെ പ്രത്യേകത എന്താ? ജോസഫ് ഇതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. ഈ സഹനങ്ങൾ, കഷ്ടപ്പാട്, കുറ്റാരോപണം, അന്യായമായ കുറ്റാരോപണം എല്ലാം ജോസഫ് അങ്ങ് സ്വീകരിച്ചു. അതുകൊണ്ട് എന്താ കാരണം അറിയാം? ഹി വാസ് ഗ്രോയിങ്. അവൻ്റെ കഴിവുകൾ, അവൻ്റെ ഉള്ളിലുള്ള സ്വാഭാവികം ഉണ്ടായിരുന്ന കഴിവുകളൊക്കെ പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ഉള്ളിലൊക്കെ വലിയ നിധികൾ കിടപ്പുണ്ട്. നാട്ടുകാർ ഇതിനെ പൊട്ടന്മാർക്ക് വിളിക്കണേ, കഴിവില്ലാത്ത വിളിക്കുക, ബുദ്ധിയില്ലാത്ത വിളിക്കണേ, നിനക്ക് പൊക്കമില്ല, നിറവില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ നാട്ടുകാർ വിവരക്കേടാണ്. പക്ഷെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് മഹത്തമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ വരാനുള്ള എല്ലാ കഴിവും നിൻ്റെ ഉള്ളിലുണ്ട്. നീ വല്ലവനും കണ്ട് നടക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ കഴിവുകൾ എൻഹാൻസ് ചെയ്യണമെങ്കിൽ എന്തു വേണം? അതിന് സഹായിക്കുന്ന ഘടകമാണ് സഹനങ്ങളും പ്രതികൂലങ്ങളും. അപ്പോൾ ജോസഫ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും അവൻ്റെ കഴിവുകളും കൃപകളും വളർന്നുകൊണ്ട് അവൻ്റെ പുണ്യങ്ങളൊക്കെ വളരുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് അവനെ ജയിലിൽ കൊണ്ടുപോയിട്ടാണ്. ജയിലിൽ കിടക്കുമ്പോഴും ചങ്ങലയ്ക്ക് കിടക്കുകയാണ്. അവിടെയും അവൻ ശാന്തനായിരുന്നു. അതെല്ലാം അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആൾക്കാരെ കുറ്റാരോപണങ്ങളും ദുരാരോപണങ്ങളും വഞ്ചനയും ചതിയും എല്ലാം ജോസഫ് എന്ത് ചെയ്തു? ഇതാണ് മക്കളെ ജോസഫിനെ ഈജിപ്തിൻ്റെ ഫറവോയുടെ അപ്പനാക്കി മാറ്റുന്നത്. ഹി ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ. എൻ്റെ ജീവിതത്തിൽ നോക്കിയാലും ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം വിദ്യാഭ്യാസത്തിൽ വളരെ പുറകെ പോയൊരു മനുഷ്യനാണ്. സ്വാഭാവിക കഴിവുകളോ ബുദ്ധികളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ എവർ സിൻസ് ഐ അണ്ടർസ്റ്റുഡ് ദിസ് പ്രിൻസിപ്പിൾ. കാരണം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി എതിർപ്പുകളും കുറ്റാരോപണങ്ങളൊക്കെ വരും. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? 10-24 വർഷം ഇതിനെല്ലാം ഒച്ചപ്പാടുണ്ടാക്കി, തിരിച്ച് ബഹളം ഉണ്ടാക്കി, അപ്പനോട് തല്ലുപിടിച്ച്, അമ്മയോട് തല്ലുപിടിച്ച്, വീട്ടുകാർക്ക് തല്ലുപിടിച്ച് കിടക്കാണ്. എന്ന് മുതൽ ഈ കുറ്റാരോപണമെല്ലാം നമ്മൾ മൗനമായിട്ട് സ്വീകരിക്കുക. ദൈവം അനുവദിച്ചതാണ്. ചിലത് അന്യായമായിട്ടുണ്ടാവും, ചിലത് ന്യായമായിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യണം? നിശബ്ദമായിട്ട് അതങ്ങ് സ്വീകരിക്കണം. അങ്ങനെ നീ നിനക്കെതിരെയുള്ള
മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റാരോപണങ്ങളും നിശബ്ദമായി സഹിക്കുമ്പോൾ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ജോസഫ് സഹിച്ചതുപോലെ, പൊത്തിഫറിൻ്റെ ഭാര്യ പിടിക്കാമെന്ന് സഹിച്ചതുപോലെ, കാരാഗ്രഹത്തിൽ സഹിച്ചതുപോലെ, നമ്മളിതേപോലെ 3 യുവാക്കന്മാർ, ദാനിയേലിൻ്റെ 3 യുവാക്കന്മാർ, ഇവരെല്ലാം ഈ അഗ്നിയുടെ കുണ്ടത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോൾ ഇവരവിടെ കിടന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊന്നും ഇരുന്നില്ല. അതെല്ലാം ഒരു നിശബ്ദമായി സ്വീകരിച്ച് ദൈവം അനുവദിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിന്നെ ഉയർത്തുവാൻ, നിന്റെ ഉള്ളിലെ കഴിവുകളും കൃപകളും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. God uses sufferings and pain. The pain will bring focus in your life എന്നാ പറയാ. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം തരുന്നത് ഈ സഫറിങ്സും പെയിനാണ്. എന്താ മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എനിബഡി? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കുറേ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാണ്, ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അതിസ്വാഭാവികമായ തലത്തിലേക്ക് നിങ്ങൾ വളരണമെങ്കിൽ എന്തു വേണം? ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ്ഡ് ആകണം. എന്താണെന്നറിയാവോ? സ്നേഹം. സ്നേഹത്തെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമായി സ്വീകരിക്കണം. If you want to lead an extraordinary life, okay, this is the most important thing. Be focused on love. ഈ ജോസഫിൻ്റെ പ്രത്യേകത എന്താണ്? He was a man of love. അവനൊന്ന് വെച്ചാൽ അവനെ പൊട്ടക്കിണ്ടെറിഞ്ഞാലും, അവനെ കുറ്റാരോപണം ചെയ്താലും, അവനെ കാരാഗ്രഹത്തിൽ, അവന് വിരോധവും ദേഷ്യമൊന്നുമില്ല. ബിക്കോസ് ഹി വാസ് ഗ്രോയിങ് ഇൻ ലവ്. ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ സ്നേഹത്തിൻ്റെ പ്രത്യേകത? സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്നേഹം നമ്മെ ദൈവത്തെ പോലെ ആക്കി തീർക്കുന്നു. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയ ഒരു സത്യമാണ്, നമ്മൾ എൻഹാൻസിങ് യുവർ ഗോഡ് ഗിവൻ എബിലിറ്റീസ്. ഇതിനേക്കാൾ വലിയൊരു സത്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നമ്മൾ പിടിക്കണം. എന്താണെന്നറിയാമോ? കൊളോസ്യരുടെ ലേഖനം 1-ാമത്തെ ലേഖനം 27-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് രഹസ്യം? 6 മുതൽ വചനം: യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. എന്താണ് രഹസ്യം? ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മക്കളെ, നമ്മളൊക്കെ എന്തൊക്കെയോ ആയിത്തീരാൻ വേണ്ടി, എന്തൊക്കെയോ നേടാൻ വേണ്ടിയൊക്കെ ഈ ലോകത്തിൽ ഓടി നടക്കാം. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റിയ വലിയൊരു അബദ്ധമാണ്. നമ്മൾ എന്തൊക്കെയോ നേടുന്നത് വഴി, എന്തൊക്കെയോ സമ്പാദിക്കുന്നത് വഴി നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകുന്നത് നമ്മൾ വിചാരിക്കണം. നോ, നമ്മുടെ ജീവിതം ധന്യമാകലല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. ഇവനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ നിന്റെ ഉള്ളിലുണ്ട്. യുവർ സ്പിരിച്വൽ മാൻ. എല്ലാ കഴിവുകളും അവിടെയാണ് നമ്മുടെ കഴിവുകളെല്ലാം കിടക്കുന്നത്. പക്ഷേ ഈ ആത്മീയ മനുഷ്യനെ വളർത്താൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ആത്മീയ മനുഷ്യനെ വളർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഞാൻ നേരത്തെ പ്രാർത്ഥന, കൂദാശകൾ. പക്ഷെ അതിനെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും കഷ്ടപ്പാടുകളും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന തിക്തമായ അനുഭവങ്ങളെല്ലാം നമ്മൾ ആത്മീയ മനുഷ്യനെ വളർത്തുന്ന. ഇങ്ങനെ ജോസഫ്, ദാനിയേല്, സോളമൻ, ദാവീദ് ഇവരൊക്കെ ഇങ്ങനെ ഈ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ സ്വീകരിച്ച് വളർന്നവരാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ സാധ്യത എന്താണെന്നറിയാവോ? നമ്മുടെ കഴിവുകളെക്കാളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളൊക്കെ വലുതാക്കുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ യേശുവുണ്ട്. ഈ യേശു നമ്മളിൽ വളരണം. The perfect man ever lived in this planet. You know his name is Jesus of Nazareth. അപ്പം നമ്മൾ ഇന്ന് പൊട്ടനാണ്, മണ്ടനാണ്, എനിക്ക് വേറെ എല്ലാ കഴുതയാണ്, വിദ്യാഭ്യാസം പറഞ്ഞ് നമ്മൾ ഇല്ലായ്മകളോ എന്തൊക്കെയോ ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ഇല്ലാത്തല്ല, നിന്റെ ഉള്ളിലുണ്ട്. You have been created in the image of Christ. You are not coming from monkeys. You are not a product of Big Bang. You are a product of God and Jesus lives in you. യേശു നിന്റെ ഉള്ളിലുണ്ട്. ഈ ക്രിസ്തുവിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. ഈ ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകമാണ് adversities and challenges and your enemies. ഒരു സീക്രട്ട് മനസ്സിലാക്കണം. പരുന്ത് കാറ്റിനെ ഉപയോഗിച്ചുകൊണ്ട്, ഈ എതിരടിക്കുന്ന കാറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് പരുന്ത് മുകളിലേക്ക് ഉയരുന്നത്. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒന്നിൽ ഒഴിവാക്കി കളയുക, അതിനോട് മല്ലടിക്കുക, അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിന്നിലുള്ള ഈ സ്വാഭാവികം വളരേണ്ട കഴിവുകളെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക. When we come for the next DTP, make the use of this secret. ഓക്കെ, എന്താണ്?
നമ്മുടെ ചുറ്റുപാട് നമ്മൾ അപ്പനുണ്ട്, അപ്പൻ്റെ ചില വാക്കുകൾ, അമ്മയുടെ ചില പ്രവർത്തികൾ, സഹജീവികൾ, കൂട്ടുകാർ, ഇവരെന്നെല്ലാം നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില പ്രവർത്തികൾ നടക്കുന്നുണ്ടാകും. ഇതിനെല്ലാം നമ്മൾ ഒന്നുകിൽ പല്ലും നഖം ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എതിർക്കരുത്. ഇത് നിൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുരൂപപ്പെടാൻ, നിന്നുള്ള സർഗാത്മക ശക്തികൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് നീ ജോസഫിനെ പോലെ, യേശുവിനെ പോലെ, മറിയത്തെ പോലെ, ദാവീദിനെ പോലെ, ദാനിയലിനെ പോലെ, ഈ 3 യുവാക്കന്മാരെ പോലെയെല്ലാം നമ്മളതങ്ങ് സ്വീകരിക്കണം. ഇതെന്തിനുള്ളതാണ്? നീ സ്നേഹത്തിൽ വളരണം, നീ സ്നേഹമായി മാറണം. ഈ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തു. നമ്മളിൽ സ്നേഹമില്ല. നമ്മളിൽ സ്നേഹമില്ലാത്തതുകൊണ്ട് ഈ ക്രിസ്തു വളരാത്തത്. നമ്മൾ ഈ യേശുവിൻ്റെ പടം വെച്ചിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ട്, യേശുവിൻ്റെ പടം വെച്ച് ആരാധിച്ചിട്ട് കാര്യമില്ല. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ഈ യേശുവിനെ പുറത്ത് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? നീ സ്നേഹത്തിൽ വളരാനുള്ള വഴി എന്താ? നിൻ്റെ ശത്രുക്കളും നിനക്കെതിരെ പ്രവർത്തിക്കുന്നവരും നിന്നെ വെല്ലുവിളിക്കുന്നവരും നിന്നെ ഉപദ്രവിക്കുന്നവരും ചതിക്കുന്നവരൊക്കെയാണ് യഥാർത്ഥത്തിൽ നിന്നെ ഈ സ്നേഹത്തിൽ വളരും. കാരണം സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? സ്നേഹം നമ്മളെ ദൈവത്തെ പോലെ ആക്കുന്നു. കാരണം ദൈവം സ്നേഹമാകുന്നു. അപ്പം അതുകൊണ്ട് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. 1, നമ്മുടെ ജീവിതത്തിലെ ബാഹ്യമായ കാര്യങ്ങളിൽ, അതായത് നമുക്ക് പുറമേയുള്ള ചൂട്, തണുപ്പ്, മഴ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ നമ്മളങ്ങ് റിയാക്ട് ചെയ്യരുത്. അതിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കണം. സ്വാഭാവികമായി പ്രപഞ്ചത്തിലുണ്ടാകുന്ന നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില സംഗതികളുണ്ട്. ഓക്കെ, അതിനാണ് ബാഹ്യമായ കാര്യങ്ങളിൽ അതെല്ലാം ദൈവം അനുവദിച്ചതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ നമ്മൾ സ്വീകരിക്കണം. എനിക്കൊക്കെ പണ്ട് ഫാനിൻ്റെ ശബ്ദമില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. കറണ്ട് പോയാൽ ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കരുത്. ഇന്ന് ഫാന് വേണ്ട, ഒന്നുമില്ലല്ലേ. ഏത് പ്രതികൂലങ്ങൾ, ഏത് ചൂടത്തും, എത്ര വലിയ പ്രശ്നം നടുവിലും ഐ ക്യാൻ സ്ലീപ്പ്. ഞാനൊക്കെ ചിലപ്പോൾ മിഷൻ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഓർക്കുന്നത്, ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ പോയി ഷിലോങ് ചെല്ലുമ്പോൾ അന്ന് വലിയൊരു ട്രെയിനിൻ്റെ സമരം നടക്കും. എന്തോ പ്രശ്നമാണ്. അപ്പോൾ 10-15 കൊല്ലം മുമ്പാണ്. അന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് കിടക്കണം. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, ആ ട്രെയിനെല്ലാം ബ്ലോക്ക്ഡായിട്ട് കിടക്കുക. അപ്പോൾ ട്രെയിൻ വന്നു കഴിഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കൊണ്ട് ഇട്ട് ഓരോ ട്രെയിൻ ഇങ്ങനെ വരും, അവിടെ വരാം. വന്നിട്ട് അവിടെ വരുന്ന ആൾക്കാർ മുഴുവനും ഈ ട്രെയിനിൻ്റെ അകത്താണ് അവരുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൻ്റെ പാളത്തെ മുഴുവൻ ഇങ്ങനെ കിടക്കുക, മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ കിടക്കണം. പല ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിക്കൊണ്ട് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു, കൊതുകുണ്ട്, ചുറ്റുപാട് വിസർജ്യങ്ങളും കാര്യങ്ങളെല്ലാം കിടക്കുന്നു. ഐ സ്ലെപ്റ്റ് ദെയർ വെരി ഹാപ്പിലി. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ദൈവകരങ്ങളിൽ സ്വീകരിക്കുക. നമ്മൾ സാധാരണ പണ്ടൊക്കെ വെച്ചാൽ ഫാനില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ആൾക്കാരെ വീട്ടിൽ ചെല്ലുന്നു, ഫ്രണ്ടിനെ വിളിക്കണം, അതിൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടോ, ഏത് രാത്രി 2 മണിക്ക്, പറ്റാത്ത അവസ്ഥയാണ്. ഇതിനോടെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യാണ്. ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കുക. ബാഹ്യമായ കാര്യങ്ങളിലുണ്ടാകുന്ന ചൂട്, തണുപ്പ്, മഴ എന്നിവ മാറി മാറി വരുമ്പോൾ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് നന്ദി പറയാം. ദൈവം നിനക്ക് അനുവദിച്ചു. എന്തിനാണ്? സഹിക്കുമ്പോഴാണ് മക്കളെ, ഇതിനോടൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നിന്നിലെ ഈ ഉള്ളിലെ കഴിവുകൾ, പുണ്യങ്ങൾ പുറത്തു വരിക. നിന്നിലെ ക്രിസ്തു രൂപപ്പെടാനുള്ള വഴികളാണ്. ഓക്കെ, അപ്പം അതിന് ദൈവകരങ്ങൾ സ്വീകരിച്ച് നന്ദി പറയുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് വിശപ്പ്, ദാഹം, യാത്രാക്ലേശങ്ങൾ, ബാക്കിയുള്ള സഹനങ്ങൾ, ജോലി, പഠിത്തത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊക്കെ വരുമ്പോൾ എന്താ വിശപ്പ് വന്നാൽ എന്താ ചെയ്യുക? ഉടനെ നമുക്ക് തിന്നണം അല്ലേ? എന്തെങ്കിലും ആഹാരം തോന്നി അപ്പം തന്നെ തിന്നണം. ഇതൊക്കെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. പ്രാക്ടീസ് ദീസ് ടെക്നിക്സ്. ഓക്കെ, ഇതാണ് നിന്നെ വളർത്തുന്ന ഘടകങ്ങൾ. നിനക്ക് വലിയ ഡിഗ്രി, നിനക്ക് വലിയ സ്വിറ്റ്സർലാൻഡിലെ ബാങ്ക് ബാലൻസ് നിനക്ക് ആവശ്യമില്ല. യൂസ് ദീസ് തിങ്സ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ബ്രിങ്ങിങ് ഫോർത്ത് ക്രൈസ്റ്റ് ഇൻ യു. നിന്നിലുള്ള അതിസ്വാഭാവിക കഴിവുകളും കൃപകളും പുറത്തു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ഈ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളോട് നമ്മൾ കുറച്ച് സഹിക്കാൻ പഠിക്കണം. ഇവിടെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കണമെന്നൊക്കെ പറയാം അല്ലേ? വിശപ്പൊക്കെ വരുമ്പോൾ ഉടനെ പോയി അങ്ങ് തീർക്കരുത്. കുറച്ചൊക്കെ വിശപ്പ് സഹിക്കുക, ദാഹം സഹിക്കുക, യാത്രാ ക്ലേശങ്ങൾ, ജോലിയിലെ ക്ലേശങ്ങൾ, കുടുംബത്തിലുള്ള ചില ക്ലേശം, ഇതെല്ലാം സന്തോഷത്തോടെ ദൈവകരങ്ങൾ സ്വീകരിച്ചു പഠി. ബിക്കോസ് ദീസ് തിങ്സ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ ഇൻ ലവ്. ഇതിനൊക്കെ സ്നേഹിക്കണം, ഇതിനൊക്കെ അംഗീകരിക്കണം, ഇതിനൊക്കെ നന്ദി പറയുമ്പോഴാണ് നീ സ്നേഹത്തിൽ വളരുക. എന്നിട്ട് 3-മതൊരു കാര്യം, പ്രകൃതിയാ ഉള്ള നമ്മുടെ മറ്റുള്ളവരെയും നമുക്കൊക്കെ ചില പോരായ്മകളുണ്ട് അല്ലേ? എനിക്ക് നിറം പോരാ, അല്ലെങ്കിൽ ബുദ്ധി പോരാ, ചില കുറവുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി മാറ്റണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, അതിനെയൊക്കെ സ്നേഹിക്കണം. ഇതുപോലെ സഹജീവികളുടെ കുറവുകളുണ്ട്. പല കുറവുള്ള മനുഷ്യർ, സ്വഭാവമുള്ള ആളുകൾ. ഇതിന് നമ്മൾ ഉടനെ അവരെ വഴക്ക് പിടിക്കുക, അല്ലെങ്കിൽ കളിയാക്കുന്നു, നമ്മൾ ബഹളം വയ്ക്കുന്നതിനൊന്നും പുറകടക്കണ്ട. അങ്ങനെയുള്ള പ്രകൃതിയായുള്ള നമ്മുടെ മറ്റുള്ളവരെ പോരായ്മകൾ, ബലഹീനതകൾ, കഴിവുകേടുകൾ എന്നിവയും
പീഡനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, അന്യായമായ കുറ്റപ്പെടുത്തലുകൾ, അസത്യപരമായ പീഡനങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. കൊടുങ്കാറ്റും വലിയ ചുഴലിക്കല്ല് കാറ്റുകളെയൊക്കെ പരന്ത് അതിനെ നേരിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് അവൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെ ഇതെല്ലാം സ്വീകരിക്കണം. എതിർത്തും വഴക്കടിച്ചും നിന്നുള്ള സ്വാഭാവിക കഴിവുകൾ നഷ്ടപ്പെടുത്തി നമ്മൾ ഓരോ വർഷം കഴിയുന്നവരും നമ്മളെ കഴിവുകൾ കൃപകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ തളർന്നുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഇതിനോടെല്ലാം പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുകയാണ്. ഇതിനെല്ലാം വഴക്കടിക്കാനും കേസ് പിടിക്കാനും തല്ലു പിടിക്കാനൊക്കെ പോയി എന്ത് സംഭവിക്കുന്നു? നമ്മളിങ്ങനെ ശുഷ്കിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ മനുഷ്യൻ ശുഷ്കിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് സ്വീകരിക്കണം. ജോസഫിനെ പോലെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും പരിഭവമില്ല, പരാതിയില്ല, വെറുപ്പില്ല, ദേഷ്യമില്ല, ചോദിക്കാൻ പോയില്ല, ആരോട് വഴക്കടിക്കാൻ പോയില്ല. ദൈവം അനുവദിച്ചു. He accepted it. That helped him to take to Egypt. ഓക്കെ, അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്താ പദ്ധതിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. അവിടെ പൊത്തിഫറിനെ വീട്ടിൽ ചെന്ന് ഭാര്യ കയറി പിടിക്കാൻ വന്നു. അവിടെ തെറ്റ് ന്യായീകരിക്കാൻ പോയില്ല, വഴക്കടിക്കാൻ പോയില്ല, ഒച്ചപ്പാടുണ്ടാക്കാൻ പോയില്ല. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിൽ ചെന്നു. അവിടെ ചങ്ങലയും ഇതൊക്കെയാണ്, ഗോതമ്പുണ്ടയാണ്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഗോതമ്പുണ്ടെങ്കിൽ ഗോതമ്പുണ്ട. അതിനൊക്കെ അവിടെ ഒരു പരിഭവം പരാതിയൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ തെറ്റ് ചെയ്യാത്തവനാണ്, ഞാൻ കുറ്റം ചെയ്യാതെ ഇവിടെ നിന്നിരിക്കുന്നതാണ്, എനിക്ക് നല്ല ഭക്ഷണം ഒന്നുമില്ല. എല്ലാം ദൈവകരങ്ങൾ സ്വീകരിച്ചു. എന്ത് സംഭവിച്ചു? Within few years he was growing in Christ. ദൈവികമായ എല്ലാ കൃപകളും അവൻ വളരുകയായിരുന്നു. അവൻ്റെ പുണ്യങ്ങൾ, അവൻ്റെ കഴിവുകളെല്ലാം വളർന്നു. അതുകൊണ്ട് this is the way to enhance your God given abilities. This is a way to enhance the image of Christ in you. അതിനേറ്റവും നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് അതിൻ്റെ ശത്രുക്കൾ, സ്വാഭാവികമുള്ള പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, ശത്രുക്കളൊക്കെ. ഓക്കെ, ഈ സത്യം മനസ്സിലാക്കുക. ഇനി അടുത്ത 7 സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 6 കൂടിയുണ്ട്. ഇതനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ നെക്സ്റ്റ് ഇയർ ഐ ഗ്യാരണ്ടി യു വിൽ ഹാവ് എൻ എക്സ്ട്രോർഡിനറി ലൈഫ്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കതിനായിട്ട് ഒരുങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന വിട്ട് കളയരുത് കേട്ടോ. പ്രാർത്ഥന പിടിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് മുന്നിലേക്ക് വരാം. അതുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ സത്യങ്ങൾ, വലിയ ജ്ഞാനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. കുരിശിൻ്റെയൊക്കെ മഹത്വം, സഹനത്തിൻ്റെ പറയുന്ന മഹത്വം ഞങ്ങൾ മനസ്സിലാക്കി തരുമ്പോൾ അത് ഇത്രയും നാൾ ഞങ്ങളതൊക്കെ വേസ്റ്റാക്കി കളഞ്ഞു. ഞങ്ങൾക്ക് വളരാനും ഞങ്ങൾ അതിസ്വാഭാവികതയിൽ വളരാനുള്ള സ്റ്റെപ്പുകളായിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പുകളിൽ ഞങ്ങൾ തട്ടി വീണ് പോയി. കർത്താവേ, എപ്പോഴും ആ കല്ലിൽ തട്ടി ഞങ്ങൾ വീഴാറുണ്ട്. സഹനമെന്ന കല്ലിൽ, കുരിശെന്ന കല്ലിൽ, ക്ലേശമെന്ന കല്ലിൽ ഞങ്ങൾ എപ്പോഴും തട്ടി വീഴുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ചവിട്ടി കയറേണ്ടതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള കൃപയും ജ്ഞാനവും ഈ മക്കൾക്ക് കൊടുക്കണമേ. ഇവരിലെല്ലാം ജോസഫുമാരുണ്ട്, ദാവീദുമാരുണ്ട്, സോളമന്മാരുണ്ട്, സാമുവൽമാരുണ്ട്, ദാനിയേൽമാരുണ്ട്. താവേ, അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഗ്രേസും കൃപയും കൊടുത്ത് മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭ ഹൃദയം വഴി ഈ പ്രാർത്ഥന സ്വർഗത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. ഓക്കെ, 7 steps, very important steps that will change your life, guaranteed. God bless you. Amen.